ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണ നമ്മുടെ ഡൽഹി ട്രിപ്പ്. നമ്മള് ഹോസ്റ്റലിൽ നിന്ന് ടാക്സി കയറി ഞങ്ങള് രണ്ടാളും എന്താണ് ലോക്കൽ ഗാർഡിയന്റെ വീട്ടിൽ പോണെന്നാ പറഞ്ഞേക്കണം. ഞാൻ പൂനെ പോകുന്നു, ഇവിടെ നവി മുംബൈ പോകുന്നു. അവളും പറഞ്ഞിട്ടില്ല, വളരെ അവൾ അതും പൊട്ടിച്ചു. അതല്ല, ഞാൻ റോസി മാമനോട് ഇങ്ങനെയൊക്കെ ആർദ്ര ഗയ ആർദ്രനോടും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു നീ നിന്റെ ലോക്കൽ ഗാർഡിയൻ. അതെ അതെ, ഞങ്ങൾ രണ്ട് സ്ഥലത്തേക്ക് പോണെന്നാണ് പറഞ്ഞേക്കണത്. ക്യാമറ കോട്ടില്ല. അങ്ങനെ നമ്മളിപ്പോ കേറി ടാക്സിയിലാണ്. ഇപ്പൊ നമ്മൾ CSTയില് ചെല്ലണം. അവിടെ നിന്നാണ് ട്രെയിൻ കയറി പൻവേലിൽ പോകണം. അവിടെ നിന്നാണ് നമുക്ക് ഡൽഹിക്കുള്ള ട്രെയിൻ. ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയിടാം. ബൈ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ ഫൈനലി ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ആർദ്രയ്ക്ക് ഒരു എക്സൈറ്റ്മെന്റും ഇല്ലേ? എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങളിപ്പോ ഈ റിക്ഷയിലാണ് കയറിയേക്കണത്. അതെ, ഇത് ഇലക്ട്രിക് ആണെന്നാണ് ഒരു ഇത്. ഇനി നമ്മൾ സൈക്കിൾ റിക്ഷയിലൊക്കെ കയറുന്നുണ്ട് അല്ലേ? ഭാവിയില് നമുക്ക് കയറുന്നതാണ്. ഇത് നമ്മുടെ അയാനയുടെ ഫ്ലാറ്റ് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഹായ് ഗായ്സ്, അയന നമ്മൾ എവിടേക്ക് ആദ്യം പോണത്? മജ്ലുഖാത്തില. അതെ, നമ്മൾ ഫസ്റ്റ് മജ്ലുഖാത്തിലേക്ക് പോവുകയാണ്. തിലയാണോ തിലയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ തില എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോവാം. ഇവിടുന്ന് കുറച്ച് നമുക്ക് പോവാനുണ്ട്. നമുക്ക് പോയിട്ട് വരാം ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ഞങ്ങൾ സുന്ദരികളായിട്ടില്ലേ? പോവുകയാണ്. ഞങ്ങൾ പോയിട്ട് വരാം. നമ്മള് 7 പേരെല്ലാരും കൂടെ കോപ്പൈലറ്റ് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഞങ്ങളിവിടെ ഈ റിക്ഷയിൽ പോവായിരുന്നു. അപ്പൊ കുറച്ച് പിള്ളേരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ പൈസ ഒക്കെ വാങ്ങാനായിട്ടൊക്കെ വാങ്ങിച്ചില്ല. നമ്മൾ തിരിച്ചു വരുമ്പോ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പോകുന്നു. അവർ പിരിവ് കൊടുക്കണം പോലും. അത് ഞാനപ്പോ തന്നെ ഫോണെ കുളിപ്പിച്ച് മാലൊക്കെ തിങ്ങനൊക്കെ പിടിച്ചാണ് ഇരുന്നത്. കോമഡി ആയിരുന്നു. കാണിച്ചരാട്ടോ. അതോടെ കാണിച്ചു. അതെ, ചീത്ത വിളിച്ചു. നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ഹൈപ്പിനനുസരിച്ച് കാണാനുള്ളതൊന്നും ഇല്ല സത്യം പറഞ്ഞാല്, അല്ലേ? I truly agree. Please don't hide ഈ സ്ഥലം. അതും ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണിച്ചു കൊടുക്കുക. അതെല്ലാം കാണിക്കി കണ്ടാ? പ്രത്യേകിച്ച് ഒന്നുമില്ല. വെറുതെ ഹൈപ്പ് കാണിച്ച് ഇവിടെ വന്നതാണ്. പക്ഷെ ഒന്നുമില്ല സത്യം. നിങ്ങൾക്ക് എന്താണെന്നും പറയാത്തെ? ആകെ ഉള്ളൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഇത് മാത്രമാണ് ഉള്ളത്. ബാക്കിയൊക്കെ ഇതാണ്. 40 രൂപ മെട്രോ പിടിച്ച്, പിന്നെ 20 രൂപ നമ്മൾ ഓരോരുത്തരുടെ റിക്ഷയ്ക്ക് വെച്ച് കൊടുത്ത്, അങ്ങനെ 140 രൂപ. അത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ എത്തിയതാണ്. പക്ഷെ അതിനുള്ളതില്ല. എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു ഫ്ലോപ്പായോ?
അല്ലേ അല്ലേ? ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു, കാണാൻ പറ്റിയല്ല. നമ്മളിനി ഒരു അധോലോകത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇത് അമ്പല പ്രദക്ഷിണമാണ്. ഇതെന്താ? നമ്മൾ ഷെയർ ഓട്ടോയില് കുത്തബ് മിനാറിലേക്ക് പോയിക്കൊണ്ടിരിക്കണത്. ബയ്യനായിട്ട് വൈബ് ചെയ്ത് അയനെ മാത്രമേ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. നമ്മള് ബാക്കിലുണ്ട്. കുത്തബ് മിനാർ പോയി കഴിഞ്ഞാലേ സോഷ്യൽ ബാറ്ററി സെറ്റ് ആവുള്ളൂ എന്നാണ് ജാനി പറയണത്. ഞാനിത് എവിടെ നിക്കണേന്നറിയോ? കുത്തബ് മിനാറാണ്. ജിഷ്ണു സാറ് പഠിപ്പിച്ച എന്നാ കുത്തബുദ്ദീനായിപ്പം കുത്തബ് മിനാറൊക്കെ അതേ റിയൽ ലൈഫിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇയാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഞാൻ ഡൽഹിയിലെത്തി ഇങ്ങനെ ചോദിക്കണമായിരുന്നു, ഡൽഹിയാണിത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, ഇവിടെ എത്തിയതുള്ള കാര്യമൊക്കെ വിശ്വസിക്കാൻ പറ്റണില്ല. ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല ഇതൊന്നും ഇങ്ങനെ ഇവിടെ വരണം. എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവമേ, കുത്തബ് മിനാറെത്തി. ഇതാണ് കുത്തബ് മിനാർ. ആർദ്ര എന്താണ്? ആർദ്രയ്ക്ക് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല, അതിന്റെ വിഷമമാണ്. ഹായ്, നമ്മളിനി അടുത്തത് പോകാൻ പോണത് ഹുമയൂൺസ് ടോംബിക്കാണ്. നമ്മൾ ബോട്ടോ കയറി വ്ളോഗായത് ഞങ്ങളുടെ വ്ളോഗാണിത്. നമ്മളിപ്പോൾ ഹുമയൂൺസ് ടോംബിക്കാണ് കേട്ടോ അപ്പോൾ പോണത്. അവിടെ ചെന്നൊക്കെ നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നമ്മൾ ഹുമയൂൺസ് ടോംബിൽ എത്തിയാട്ടോ. നമ്മൾ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഹുമയൂൺസ് ടോംബിക്ക് കയറി. നമ്മൾ കുറേ മോണുമെന്റ്സ് കണ്ടെങ്കിലും ഇതാണ് കറക്റ്റ് ഹുമയൂൺ ടോംബ്. ഇതാണ് ഇതിന്റെ ഒരു എൻട്രൻസ് എന്ന് പറയണത്. She calls me day and night. I'm sorry girl, you just don't make me feel right. നമ്മൾ ഇവിടുത്തെ ഒരു വിസിറ്റ് ഹുമയൂൺ ടോംബിലെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഡേ മൊത്തം കാണാനുള്ള കുറേ ഉണ്ട്. കുറേ മോണുമെന്റ്സ് ആയിട്ടും കുറേ ഉണ്ട്. പക്ഷെ നമുക്ക് ഉള്ളതൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ അടുത്ത ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ സിഗ്നലിന്റെ അവിടെ നിന്നാണ് ഓട്ടോ നിർത്തിയിട്ടതാണ്. അപ്പോഴേക്കും ഹേ ശിവാനി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചേച്ചിമാര് വന്ന് അവരുടെ കൈയൊക്കെ കൊട്ടി. അവര് പോണില്ല, അവര് പൈസ ബാക്കിയൊന്നും പറയല്ലേന്ന്. മുംബൈയിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഇവിടെ എന്താണിത്, മനുഷ്യൻ പേടിച്ചു പോയി. എന്താ കൊറേ ചേച്ചിമാരെല്ലാരും ഇവിടെ വളഞ്ഞിട്ട് ഡ്രസ്സൊക്കെ നോക്കി കാണിക്കും. ഞാനപ്പോ തന്നെ കണ്ണൊക്കെ അടച്ച് എന്റെ ജീവിതം പറയേണ്ട ഇവിടെ ഭയങ്കര സീനാണ്. നമ്മള് എന്റെ പൈസ കൊടുക്കാൻ പോയപ്പോ അവർക്ക് 10 രൂപ വേണ്ട. അവർക്ക് എന്നിട്ട് പേടിഎം ചെയ്യാനായിട്ട് ഓട്ടോക്കാരനോട് ഞങ്ങള് വേഗം വിടാൻ പറഞ്ഞ് അവിടെ പോകുന്നതാണ്. മുംബൈയിലെ ചേച്ചിമാരൊക്കെ എന്തോ സ്റ്റാൻഡേർഡാന്നറിയോ? നമ്മളെ പൈസ ഇല്ല സ്റ്റുഡൻസ് ആന്ന് പറഞ്ഞാല് നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോവും. ഇതങ്ങനൊന്നല്ല. ഇത് തുണി നോക്കി കാണിക്കണം. എന്തൊക്കെ മേടാണ് ഈശ്വര. ആദ്യമായിട്ടാണ് ഇത്രയും ഇതായിട്ട് ഞാൻ എന്തൊക്കെയോ പേടിച്ചുപോയി.
പൂവിന്റെ വില ഓടിക്കും എനിക്ക് ഇഷ്ടമുള്ളൂ. അതെ Keep it softly spoken with no strings tying you to me. ഗൈസ്, ഇവിടെ കയറാനായിട്ട് നല്ല ക്യൂ ആണ്. കുറെ ഷോപ്പുകളുണ്ട്, കുറെ ചെരുപ്പ് കട, വളക്കട, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഗൗരി വരാമല്ലോ ഇപ്പൊ. ഗൗരി മെട്രോ കയറിയിട്ടുണ്ട്, അവള് കയറിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, നമുക്ക് ഫ്രീ എൻട്രി ആണ്. ഇത് കട്ട് ചെയ്യേണ്ടത് ഇത് ഓഫാക്കി. ഞാൻ പറയാം, ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ ക്യൂ നിൽക്കണവർക്കൊക്കെ പെയിന്റ് അടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. മറ്റേ 3 കളി ഫ്രീ ആയിട്ടല്ല, കൃഷിയാണ്. അങ്ങനെ നമ്മളിപ്പോ എടുത്തെടുത്തു ആണ്. നല്ല ക്യൂ ആണ്. നമ്മളിപ്പോ കയറാറായിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നില്ല. ലോട്ടസ് ടെമ്പിൾ വിചാരിക്കണ പോലല്ല. എന്താ അവിടെ ലോട്ടസ് ടെമ്പിൾ, അവിടേക്ക് അവിടെ കുറെ നടക്കാനുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് ലോട്ടസ് ടെമ്പിൾ മാത്രമായിട്ടൊരു സംഭവം എന്നാണ്. ശരി, കുറെ നടക്കാനുണ്ട്. ഇവിടെ ആഗ്രഹം എന്താണെന്നറിയോ? അവിടെ പ്രാവണ്ട. ഞാനിങ്ങനെ ഓടും, അപ്പൊ ഈ പ്രാവ് ഇങ്ങനെ പറക്കണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ വേലിട്ടേക്കാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇതാണ് ലോട്ടസ് ടെമ്പിള്. ഇവിടെ കൊറേ പേര് കയറുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അമ്പലക്കുളല്ല, സ്വിമ്മിംഗ് പൂള്. ഇനിയുണ്ട് ക്യൂ. നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ട്. നമ്മളിപ്പോ ലോധി ഗാർഡനിലാണ് പോകാൻ പോണത്. ഷാനിബേ ഒന്ന് മുഖം കാണിക്ക്. ഹൈ, ലോധി ഗാർഡനിൽ വന്നപ്പോ തന്നെ നമുക്ക് എന്താണ് ഫ്ലവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രീ അല്ല കേട്ടാ. ഇതെന്താ സംഭവം? ഇതിന്റെ പേര് ബടാവുണ്ട്, അപ്പുറത്തുള്ള ശീഷ്മ, അങ്ങനെ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. നമുക്ക് നോക്കാം. ഉണ്ട്. എന്തിനാണ് എന്റെ ബ്ലോഗിൽ ലോധി തന്നെ എന്താ? ഒരു ശേഷം വരുന്നത് സായി ഡൈനസ്റ്റി കണ്ടുവരുന്നത് ലോധി ഡൈനസ്റ്റി. ഓക്കെ, അതിലെ ഫേമസ് റൂളേഴ്സ് ആയിരുന്നു ഇബ്രാഹിം ലോധി, അങ്ങനെ കുറെ റൂളേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ വരുന്നൊരു ടൂമാണ്. നമുക്ക് ടൂമിനകത്ത് കയറിയിട്ട് ബാക്കി പറയാം. Keep it softly spoken with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden, I never wanna lock you down. I know you're not mine, it's just my turn, but we can still have fun for now. Told me you don't really do commitment, trust me, consider your message received. When you said you couldn't take us too serious. ഗൈസ്, ഇപ്പൊ ഇത് ലോധി ഗാർഡനിൽ നമ്മൾ ഏകദേശം ചുറ്റിക്കറങ്ങി. രാവിലത്തെ ഭംഗിയൊന്നും ഇല്ല കാണാനായിട്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അല്ലേ ആർദ്രയൊക്കെ ടയേർഡായി. ഞാനാണെന്നുണ്ടെങ്കിൽ ഓടിയാണ് എല്ലാവിടും ഫോട്ടോ എടുക്കണത്. ആർദ്രയാണെന്നുണ്ടെങ്കിൽ പട്ടി മൈൻഡ് പോലും എന്നെ ചെയ്യണില്ല.
പിന്നെ ഷാനിപ്പുള്ള കാരണം എനിക്ക് നല്ലോണം ഫോട്ടോസൊക്കെ കറക്റ്റ് കിട്ടണുണ്ട്. ഇത്രേ ഉള്ളൂ അല്ല ഗൗരി? ഞാൻ പാവം മര്യാദക്ക് ഇരിക്കും. അവരൊക്കെ സമാധാനത്തിലിരിക്കുകയാണ്. ഞാനാണ് ഓടണത് എല്ലായിടത്തും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ റീലിൽ കണ്ടത് ലോധി ഗാർഡനില് കൊറേ പൂക്കോളാ, പക്ഷെ പൂവൊന്നും അത്രയൊന്നും ഇല്ല, ഇച്ചിരിയൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. എനിക്ക് വിശക്കണുണ്ട്. നമ്മള് രാവിലെ തുടങ്ങിയതാണല്ലോ, അതുകൊണ്ടാണ്. ഷാനിബ് പറയായിരുന്നു ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടി നടന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു മനസ്സ് വേണം അല്ല ഷാനിബ്? ഷാനിബ് ഫോട്ടോ എനിക്ക് നല്ലോണം എടുത്തന്നിട്ടാ, എനിക്ക് നല്ലോണം ബോധിച്ചിട്ടുണ്ട്. അത് മതി. ഗൗരിയാണെന്നുണ്ടെങ്കിൽ എന്നെ 2ാമത്തെ തവണയാണ് കാണുന്നത് കേട്ടാ അല്ലേ ഗൗരി? ഞാൻ എന്താ ഗൗരിനോട് പറയുന്നത്, അവർക്കൊന്നും ക്യാമറയുടെ മുന്നിൽ വരാൻ മടിയാണ്, അതുകൊണ്ടാണ്. ഞാനും ഗൗരിനോട് പറയാം, ഗൗരി എന്റെ ഈ ഒരു ഫേസ് കണ്ടിട്ടില്ല അല്ലേ? കണ്ടോ? അതിന് മൂടായിരുന്നു. അതെ അതെ. ആർദ്ര അവിടെ ഇരിക്കുന്നു, ഞാൻ ഓടുന്നു ഫോട്ടോ എടുക്കുന്നു. അതാണ് പ്രശ്നം. കുളിച്ച് ഫ്രഷായി എനിക്ക് നല്ല തലവേദന. ഇന്ന് നല്ലോണം ഞാൻ അടിച്ച് പൊളിച്ച് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നല്ല ഹൈപ്പറായിരുന്നത് കാരണം എനിക്ക് പോയി വന്ന് വൈകിട്ടായപ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്. കുളിച്ച് റെഡിയായി കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ജയ്പൂർ പോകണം. അതിന് രാത്രി 11:30ക്കാണ് ബസ് ബുക്ക് ചെയ്ത് വെക്കണത്. പോകണം, റെഡി ആയിക്കൊണ്ടിരിക്കണം പോവാൻ.